എഫ്രോക്ക് സ്റ്റോറി എൻ്റർടൈൻമെൻറ്റ് അവതരിപ്പിക്കുന്ന സെക്കൻഡ് പാർട്ട്, ആ ഭീകര രാത്രി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടതിനു ശേഷം മാത്രം നിങ്ങൾ ഈ കഥയിലേക്ക് കടക്കുക. വിജനപാതയിൽ കൂടി കാർ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാർലോസിന് അപ്പോഴായിരുന്നു ശ്വാസം നേരെ വീണത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അയാൾ കാറിൻ്റെ സൈഡ് മിററിലൂടെ ഭീതിയോടെ പിറകിലേക്ക് നോക്കി. ആ വികൃത ഭീകര സ്വത്വം തൻ്റെ കാറിൻ്റെ പിന്നിൽ ആ പാതയിൽ കൂടി കൈ ഉയർത്തി മെല്ലെ തൻ്റെ കാറിന് പിന്നാലെ ഞൊണ്ടി വരുന്നതായി കാർലോസ് കണ്ടു. ഉള്ളുനുറുങ്ങുന്ന ആ കാഴ്ച അത് കണ്ട് അയാൾ കാറിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ സൂസൻ ഒന്ന് ഞെട്ടി. ഇച്ചായൻ ബംഗ്ലാവിന് പുറത്തെത്തിയാൽ ഫോൺ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ കോളിംഗ് ബെൽ അടിക്കുന്നത്? അവർ ഓർത്തു. എങ്കിലും അവർ പ്രായമായ മമ്മിയെ ആ മുറിയിൽ ബെഡിൽ കിടത്തി പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി. പുറത്ത് ആരാണെന്ന് അറിയണമല്ലോ. അല്പം ജാഗ്രത പാലിച്ചുകൊണ്ട് സൂസൻ മെയിൻ ഹാളിലെത്തി. മൂകത തളം കെട്ടി നിൽക്കുന്ന ബംഗ്ലാവിൻ്റെ നടുത്തളം. കുറച്ച് ഭയം ഉള്ളിൽ തളം കിട്ടിയ നിമിഷം അവർ മെല്ലെ ജാലകത്തിനടുത്തെത്തി. പുറത്ത് നിലാവിൻ്റെ വെട്ടം ഇരുട്ടിനെ അല്പം പ്രകാശപൂരിതമാക്കി. സൂസൻ ഡോർ തുറക്കാതെ ആദ്യം ജാലകത്തിനടുത്ത് വന്നു. കർട്ടൻ വലിച്ചു മാറ്റി ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് കണ്ട ആ കാഴ്ച അവരുടെ കണ്ണുകളിൽ ഞെട്ടലുണ്ടാക്കി. ഭയം ഉള്ളു പിടിച്ചുലക്കി. ബംഗ്ലാവിൻ്റെ മെയിൻ ഡോറിനടുത്ത് മൂർച്ചയേറിയ കൊമ്പല്ലുകൾ കാട്ടി തുറിച്ച കണ്ണുകളുമായി മുറിയൻ മൂക്കുമായി മനുഷ്യരെ പോലെ വികൃത ക്രോധ രൂപം. ഇതെന്ത് മനുഷ്യപ്പിശാചോ? അത് കണ്ട് സൂസൻ്റെ ഉള്ളിൽ നിന്നും ഭീതിയോടെയുള്ള ചോദ്യമുയർന്നു. ഓ മൈ ഗോഡ്! സൂസൻ്റെ ഭീതിതമായ സ്വരം പതുക്കെ പുറത്തേക്ക് വന്നു. എങ്കിലും അവർ വാ പൊത്തിപ്പിടിച്ചു നിയന്ത്രിച്ചു. ഒച്ച വെച്ചാൽ അത് തന്നെ കണ്ടാൽ സൂസന് അത് ഓർക്കാൻ കഴിഞ്ഞില്ല. ഉയർത്തിയ കർട്ടൻ പഴയ പടിയിൽ താഴ്ത്തിയിട്ട് അതിനിടയിലൂടെ മെല്ലെ ആ ഗ്ലാസ്സിലൂടെ സൂസൻ പുറത്തേക്ക് വീക്ഷിച്ചു. ആ 3 ഭീകര വിരൂപരൂപങ്ങളും ബംഗ്ലാവിൻ്റെ ഡോറിൽ അതിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് പോറുകയാണ്. അത് കണ്ട് ഭയന്ന് കൊണ്ട് സൂസൻ സ്തംഭിച്ചുപോയി. തങ്ങളെ കണ്ടാൽ അത് ആക്രമിക്കുമെന്ന് സൂസന് നിശ്ചയമായി. അപ്പോൾ ഇച്ചായൻ ബംഗ്ലാവിൽ സുരക്ഷിതരായിരിക്കണം എന്ന് പറഞ്ഞത് ഇതായിരിക്കണം. ഉടനെ ഇച്ചായനെ വിളിക്കണം. സൂസൻ പിന്നെ വൈകിച്ചില്ല. അവർ ലാൻഡ് ഫോൺ എടുത്ത് കറക്കി കാർലോസിൻ്റെ ഫോണിലേക്ക്. തൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ അതെടുക്കാൻ നേരത്താണ് ആ റോഡിന് കുറുകെ ഒരു വലിയ മരം തടസ്സമായി വീണ് കിടക്കുന്നത് കാർലോസ് ശ്രദ്ധിച്ചത്. അയാൾ കാറിൻ്റെ സഡൻ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. വണ്ടി ഒരിരമ്പലോടെ അതിനു മുന്നിൽ വന്നു നിന്നു.
അപ്പോഴും കാർലോസിൻ്റെ മൊബൈൽ ഫോണിൽ റിംഗ് അടിഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ മുന്നിലെ റോഡിനു കുറുകെ ഒരു വൻ മരം തടസ്സമായി വീണുകിടക്കുന്നതിലെ നിരാശയിൽ അയാൾ തൻ്റെ മൊബൈൽ ഫോണിലെ റിംഗ് ട്യൂൺ അത്ര ഗൗനിച്ചില്ല. ആ ഒറ്റപ്പെട്ട പാതയിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറണം എന്ന് നനച്ചിരിക്കുമ്പോഴാണ് തൻ്റെ മനസ്സിൽ കനലുകൾ വിതച്ചുകൊണ്ട് ആ മാർഗതടസ്സം വന്നു ചേർന്നത്. കാർലോസിൻ്റെ മുഖത്ത് അത് നിരാശയും അമർഷവും പടർത്തി. അയാളുടെ മൊബൈൽ ഫോൺ കാറിനകത്ത് വെച്ചുകൊണ്ട് തന്നെ കാർലോസ് മെല്ലെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഒരു കാരണവശാലും അയാൾക്ക് കാറുമായി അവിടെ നിന്നും മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ലെന്ന് കാർലോസിന് ബോധ്യമായി. ഓരോരോ മാറണം. അയാൾ നിരാശയാൽ പിറുപിറുത്തു. വിജനമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതും മുൻ പരിചയം പോലും ഇല്ലാത്ത ഒഴിഞ്ഞ പാത. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കാടിനു നടുവിലുള്ള ആ പാതയിൽ അയാൾ ഒറ്റപ്പെട്ടപ്പോൾ കാർലോസിന് പ്രയാസമായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കാർലോസ് ഗാഢമായി ആലോചിച്ചു. പെട്ടെന്നാണ് അയാൾ ഓർത്തത് തൻ്റെ മൊബൈലിൽ അല്പം മുമ്പ് കോൾ വന്ന കാര്യം. കാർലോസ് കാറിൽ കയറി വേഗം കോൾ ലിസ്റ്റ് നോക്കി. അപ്പോഴാണ് തന്നെ വിളിച്ചത് സൂസനാണെന്ന് അയാൾ അറിഞ്ഞത്. ഒരുപാട് വേറെയും മിസ് കോൾ വന്ന് കിടക്കുന്നുണ്ടല്ലോ. ഷോ, കാർലോസിന് നിരാശ പടർന്നു. സൂസൻ ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ട്. കഷ്ടം. അയാളതോർത്തില്ല. മുന്നിൽ ഭീമൻ മരം വീണ് കിടക്കുന്നതിനിടയിൽ അയാളത് മറന്നു. കാർലോസ് പിന്നെ ഒരു നിമിഷം അമാന്തിച്ചില്ല. വേഗം സൂസനെ തിരിച്ചു വിളിച്ചു. പക്ഷേ അപ്പോൾ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. എന്തോ കോൾ ഡിസ്കണക്റ്റ് ആവുന്നു. കാർലോസിനാകെ പരിഭ്രമമായി, ഒപ്പം പരിഭ്രാന്തിയും. ബംഗ്ലാവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഭീതിയോടെ സൂസൻ കാർലോസിൻ്റെ മൊബൈലിലേക്ക് ഫോൺ കറക്കി. പക്ഷേ ഒരു നിലക്കും അയാളുടെ മൊബൈലിലേക്ക് കോൾ പോകുന്നില്ല. സൂസൻ ആകെ പരിഭ്രമിച്ചു. വല്ലാത്ത ഭയവും ഉള്ളിൽ കടന്നു. ഇനി എന്ത് ചെയ്യും? സൂസൻ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ജാലകത്തിൻ്റെ ഗ്ലാസിനരികിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വികൃത മുഖമുള്ള ക്രോധ മനുഷ്യരൂപങ്ങൾ ഉള്ളിലേക്ക് നോക്കുന്നത് സൂസൻ കണ്ടത്. അവരുടെ ഉള്ളിൽ അപ്പോൾ വല്ലാത്ത ഭീതിയുടെ കനലുകൾ രൂപപ്പെട്ടു. തന്നെ ആ വികൃത വിരൂപകളും കണ്ടോ? അവർ വേഗം ഭയന്നുകൊണ്ട് ആ ജാലകത്തിനടുത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് മാറി ഒളിഞ്ഞു നിന്നു. മൂകത തളം കെട്ടിയ നടുത്തളത്തിൽ നിന്നും സൂസൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം ക്രമാതീതമായി ഉയർന്നു കേൾക്കാമായിരുന്നു. മൈ ഗോഡ്, കാത്തുകൊള്ളണേ, സൂസൻ മനസ്സിൽ മന്ത്രിച്ചു. നെഞ്ചിൽ പ്രതീകാത്മക കുരിശു വരച്ചു. പെട്ടെന്നാണ് മുകൾ നിലയിൽ നിന്നും മമ്മിയുടെ ഭീതിപ്പെടുത്തിയ ഒരു നിലവിളി ശബ്ദം താഴെയുള്ള സൂസൻ കേട്ടത്. അതൊരു നിലവിളിയോടെയുള്ള അലർച്ചയായിരുന്നു, ഭയന്നുകൊണ്ടുള്ള മുറവിളി. അവർ അത് കേട്ട് ഞെട്ടിപ്പോയി. അമ്മയുടെ കരച്ചിലല്ലേ അത്? സൂസൻ അതും പറഞ്ഞുകൊണ്ട് മുകൾ നിലയിലേക്കുള്ള ഗോവണിപ്പടിയിൽ വെപ്രാളത്തോടെ പാഞ്ഞു കയറി നേരെ മമ്മിയുടെ മുറിയിലേക്ക് കടന്നു. പെട്ടെന്നാണ് അസ്വസ്ഥപ്പെടുത്തിയ ആ കാഴ്ച സൂസൻ്റെ കണ്ണുകളെ നിറകൊള്ളിച്ചത്. വിശ്വസിക്കാൻ പറ്റാത്ത മൃഗീയമായ കാഴ്ച. സൂസൻ്റെ കാലുകൾ ആ കാഴ്ച കണ്ട് കുഴഞ്ഞു.
വികൃത വിരൂപിയായ പ്രായം ഒരുപാട് തോന്നിക്കുന്ന ഒരു ക്രോധ മുറിയൻ മൂക്കുള്ള മനുഷ്യരൂപമുള്ള സ്വത്വം അത് മമ്മിയുടെ കഴുത്തിൽ യാതൊരു കൂസലുമില്ലാതെ കൊമ്പല്ലിറക്കി കടിച്ചു കീറുന്നു. അതിനുശേഷം കഴുത്തിൽ നിന്നും പ്രവഹിച്ച ചുടുരക്തം ഊറ്റിക്കുടിക്കുന്നു. ജീവന് വേണ്ടി പിടയുന്ന മമ്മിയെ സൂസൻ തൻ്റെ പിടയുന്ന കണ്ണുകൾ കൊണ്ട് കണ്ടു. അവർ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഒരു നിമിഷം പകച്ചുപോയി. സൂസൻ്റെ നാവുകൾ ആ സമയം ഭയത്താൽ പിന്നോട്ട് വലിഞ്ഞു. എന്തു ചെയ്യണമെന്ന് അവർക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. സൂസൻ കാലുകൾ വിറച്ചുകൊണ്ട് പതുക്കെ മുറിയുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷേ എന്തോ സൂസൻ്റെ നിഴൽ കണ്ടിട്ടാണോ എന്നറിയില്ല, ആ വിരൂപിയായ സ്വത്വം മമ്മിയുടെ രക്തം ഊറ്റിക്കുടിക്കുന്നതിനിടയിൽ തലയുയർത്തി സൂസനെ നോക്കി. എന്നിട്ട് ആ സ്വത്വം കൊമ്പല്ലിനിടയിലെ നാവുകളിൽ നിന്നും കുതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ നുണഞ്ഞുകൊണ്ട് മെല്ലെ മമ്മിയുടെ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ് സൂസനെ ലക്ഷ്യം വെച്ച് ചുവടുകൾ വെച്ചു. അത് കണ്ടപ്പോൾ സൂസനാകെ പരിഭ്രാന്തിയിലായി. സൂസൻ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ രണ്ടും കൽപ്പിച്ച് മുറിയുടെ വാതിലിനടുത്തേക്ക് ഓടി. അപ്പോഴേക്കും വിരൂപിയായ സ്വത്വം വാതിലിനടുത്ത് എത്തിയിരുന്നു. സൂസന് നേരെ ആ സ്വത്വം അതിൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ നീട്ടുമ്പോഴേക്കും വെപ്രാളത്തോടെ അവർ ഓടിച്ചെന്ന് ആ മുറിയുടെ വാതിൽ അടച്ചു ലോക്ക് ചെയ്തു. സൂസന് നേരെ വന്ന ആ കൈകളിൽ ഒന്ന് ശക്തിയോടെ അടയ്ക്കപ്പെട്ട മുറിയുടെ വാതിലിൽ കുരുങ്ങി നിലത്തട്ടു വീണു. അതിൻ്റെ രക്തം അവിടമാകെ ചിതറിത്തെറിച്ചു. അത് സൂസൻ്റെ മുഖത്തും ശരീരഭാഗങ്ങളിലും തെറിച്ചു. സൂസൻ അത് കണ്ട് ഭയന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോഴും നിലത്ത് തറയിൽ അറ്റുവീണ കൂർത്ത നഖങ്ങളുള്ള ആ ഒറ്റ കൈപ്പത്തി രക്തത്തിൽ കുളിച്ച് പിടയുന്ന രംഗം സൂസൻ ഭീതിതമായി നോക്കിക്കണ്ടു. മുന്നിൽ മാർഗതടസ്സം നേരിട്ട കാർലോസിന് അവിടെ നിന്നും കാറെടുത്ത് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല. ആ കുറ്റൻ തടിമരം അവിടെ നിന്നും നീക്കം ചെയ്താലല്ലാതെ അവിടെ നിന്നും ഒരടി മുന്നോട്ട് നീങ്ങാൻ അയാൾക്ക് സാധിക്കില്ല. ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴയാരംഭിച്ചു. നല്ല കനത്ത തോതിലുള്ള മഴ. ആകാശത്ത് ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടിമിന്നൽ. എന്തോ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വല്ലാത്ത മാറ്റം. കാർലോസ് ഇരമ്പി വന്ന മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേഗം കാറിൽ കയറി ഇരുന്നു. ഒന്നുകിൽ കാർ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചുവിടുക. പക്ഷേ അതിന് മാത്രം ഇന്ധനം വണ്ടിക്കകത്തില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? മമ്മിയും സൂസനും ബംഗ്ലാവിൽ ഒറ്റയ്ക്കും. കാർലോസിനാകെ പരിഭ്രമമായി. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓണാക്കി കാർലോസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. സൈഡ് ഗ്ലാസ് തുറന്നിട്ട് സിഗരറ്റിൻ്റെ പുക പുറത്തേക്ക് വിട്ട് ടെൻഷൻ അയാളെ വല്ലാതെ പിടിമുറുക്കി. സൂസനെയും മമ്മിയെയും ഓർത്താണ് ഉള്ളിലെ നീറ്റൽ. അവർ സുരക്ഷിതമായിരിക്കുമോ എന്ന ആദി കാർലോസിനെ ഉലച്ചു. മഴയ്ക്ക് അല്പം ശമനമുണ്ടായി. പക്ഷേ ആകാശത്ത് ഇടിമിന്നൽ ശക്തമായി തുടരുന്നുണ്ട്. അയാൾ വിഷമത്തോടെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് പ്രായം തോന്നിപ്പിക്കുന്ന ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി ഒരാൾ മഴ നനഞ്ഞ് കാർലോസിൻ്റെ കാറിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്.
പുറത്ത് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെ സൈഡ് ഗ്ലാസിനോട് ചേർന്ന് കാർലോസിനെ മിഴിച്ചു നോക്കി നിൽക്കുന്ന ആളെ പെട്ടെന്ന് കണ്ടപ്പോൾ കാർലോസ് ഒന്ന് ഞെട്ടി. ഓർക്കാപ്പുറത്ത് ആ പ്രായം ചെന്ന ആളെ കണ്ടപ്പോൾ കാർലോസിന് പരിഭ്രമം. കറുത്തു മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യരൂപം. ഒറ്റനോട്ടത്തിൽ മനുഷ്യനാണോ എന്ന് സംശയിച്ചു പോകും. ആ അപരിചിതൻ അങ്ങനെയായിരുന്നു. എങ്കിലും തന്നെ കൂടാതെ മറ്റൊരു മനുഷ്യനെ ആ അസമയത്ത് കാണാൻ കഴിഞ്ഞപ്പോൾ കാർലോസിന് അല്പം ആശ്വാസമായി. കാർലോസ് വലിച്ച സിഗരറ്റ് അറ്റമെത്തിയപ്പോൾ പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ടയാൾ ആ വൃദ്ധനോട് തനിക്ക് പോകാനുള്ള മറ്റൊരു വഴി അന്വേഷിച്ചു. പക്ഷേ ആ വൃദ്ധൻ അനങ്ങുന്നില്ല. ചോദിക്കുന്നതിനൊന്നും അയാൾ മറുപടി പറയുന്നില്ല. അയാൾ ഒരു പൊട്ടനാണെന്ന് കാർലോസിന് തോന്നി. അതേ, നിങ്ങൾ സംസാരിക്കില്ലേ? കാർലോസ് ആവർത്തിച്ചു ചോദിച്ചു. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും വൃദ്ധൻ നൽകുന്നില്ല. അയാൾ സംസാരശേഷി ഇല്ലാത്ത ആളാണെന്ന് കാർലോസിന് തോന്നി. അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല, ആദിവാസിയോ മറ്റോ ആയിരിക്കാം. ഒറ്റ നോട്ടത്തിൽ കാർലോസിന് തോന്നി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭാഷ മനസ്സിലാകാത്തത്. എങ്കിലും ആ വൃദ്ധൻ കൈകൾ കാട്ടി എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. ആ പാതയോരത്തിൽ നിന്നും തെറ്റി മറ്റൊരു ഈടുവഴിയിലേക്കാണ് ആ വൃദ്ധൻ വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ തനിക്ക് പോകാനുള്ള വഴി കാട്ടിത്തരുന്നതായിരിക്കുമോ വൃദ്ധൻ? കാർലോസ് ഊഹിച്ചു. പക്ഷേ ആ വഴിയിൽ കൂടി കഷ്ടിച്ച് ഒരു കാറിന് പോകാൻ മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. ആ വഴിയിൽ കൂടി മറ്റൊരു വണ്ടി വന്നാൽ പുലിവാലാകും. പിന്നെ എങ്ങനെ പോകും? അയാൾ അമാന്തിച്ചു. കാർലോസ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആ കുറുക്കുവഴികളിലേക്ക് തെളിച്ചു. വളരെ ദുർഘടമായതും വീതി കുറഞ്ഞതുമായ പാതയാണെന്ന് കാർലോസ് അവിടേക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കി. അപ്പോഴും ആ വൃദ്ധൻ ആ കുറുക്കുവഴിയിൽ വിരൽ ചൂണ്ടി കാർലോസിന് ആംഗ്യം കാണിച്ചു കൊണ്ടിരുന്നു. എന്തായാലും ആ വഴിക്ക് പോയേക്കാമെന്ന് കാർലോസ് തീരുമാനിച്ചു. തനിക്ക് എത്രയും പെട്ടെന്ന് ബംഗ്ലാവിലെത്തണം. അയാൾ തൻ്റെ കയ്യിൽ കിട്ടിയ വാച്ചിൽ നോക്കി. അപ്പോൾ സമയം 11 കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടെ ചീറിപ്പായുന്ന പോലീസ് വാഹനങ്ങളുടെ സൈറൻ ഒഴിച്ചാൽ ബംഗ്ലാവിനുള്ളിലും പരിസരത്തും ഭീകരമായ നിശബ്ദത തളം കിട്ടിയിരുന്നു. സൂസൻ ഭയന്ന് വിറച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ഹാളിൽ ഒരു ചുമരിനോട് ചേർന്ന് നിന്ന് വിതുമ്പുകയാണ്. ശബ്ദം പുറത്തു വരാത്ത അവസ്ഥയിൽ. താൻ അപകടത്തിലാണെന്ന് അവർക്ക് ബോധ്യമായി. രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്നവർ പ്രത്യാശിച്ചു. മുകൾ നിലയിലെ മുറിയിൽ മമ്മി കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഓർക്കാൻ പോലും സൂസന് കഴിഞ്ഞില്ല. ഇച്ചായൻ എത്രയും പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. അതിനിടയിൽ ബംഗ്ലാവിൻ്റെ ഏതോ ഒരു ജാലകത്തിൻ്റെ ഗ്ലാസ് ഉടഞ്ഞു വീഴുന്ന ശബ്ദം അവിടെ നിയലിച്ചു. സൂസൻ അത് കേട്ട് പേടിച്ചരണ്ട് നിലവിളിച്ചു. അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ ഭയന്നുകൊണ്ട് ലാൻഡ് ഫോണിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും റിസീവർ എടുത്തു. സൂസൻ പേടിച്ച് വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, സാർ, നമ്മുടെ ബംഗ്ലാവിൽ കണ്ടാൽ ഭയക്കുന്ന ആരൊക്കെയോ വന്ന് ആക്രമണം നടത്തുന്നു. മമ്മിയെ അവർ കൊന്നുകളഞ്ഞു. വേഗം വന്ന് രക്ഷിക്കൂ സർ, പ്ലീസ്. അവർ സാധാരണ മനുഷ്യരല്ല, ഭയപ്പെടുത്തുന്ന രൂപമുള്ള പിശാചുക്കളെപ്പോലെയുണ്ട്.
എനിക്ക് പേടിയാവുന്നു. ഒന്ന് വന്ന് രക്ഷപ്പെടുത്തൂ, പ്ലീസ് സർ. സൂസൻ കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചു. മാഡം, ഇതിപ്പോൾ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തു നിന്നും ഇതുപോലെ കോൾ വരുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്നുള്ള 5ഓളം ജീപ്പുകൾ പല വഴിക്കായി പോയിരിക്കുകയാണ്. ഒപ്പമുള്ള പോലീസ് ഫോഴ്സ് മുഴുവനും. മാഡം, അല്പം കാത്തിരിക്കൂ, പോലീസ് വരുന്നത് വരെ. ഉള്ള സ്ഥലത്ത് സുരക്ഷിതമായി കരുതലോടെ ഇരിക്കുക. വേറെ മാർഗമൊന്നുമില്ല മാഡം. സ്റ്റേഷനിലെ പോലീസുകാരൻ സൂസനോട് നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. പക്ഷേ സൂസൻ വീണ്ടും പേടിച്ച് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. സർ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എന്നെ അപായപ്പെടുത്താൻ ഇവിടെ ആരൊക്കെയോ ശ്രമിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ ഓഫീസിൽ നിന്നും എത്തിയില്ല സർ. എനിക്കാകെ പേടിയാവുന്നു. ഒന്ന് രക്ഷിക്കണേ. സൂസൻ പോലീസിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് പോലീസിന് മനംമാറ്റമുണ്ടായി. ഓക്കെ മാഡം, ഞാൻ അങ്ങോട്ട് വരാം. മാഡം ഭയപ്പെടാതെ കരുതലോടെ നിൽക്കൂ. അങ്ങേ തലക്കൽ നിന്നും പോലീസുകാരൻ സൂസനെ ആശ്വസിപ്പിച്ചു വരാമെന്നേറ്റു. സൂസൻ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ അവർ മുകൾ നിലയിലേക്ക് കയറുന്ന ഗോവണിപ്പടിയിൽ ഒരു നിഴൽ കണ്ടു. സൂസന് ആദിയായി. സൂസൻ പതുക്കെ ചുവടുകൾ വെച്ചുകൊണ്ട് അവിടേക്ക് ഏന്തി നോക്കി. അത് കണ്ട് അവരുടെ കണ്ണുകൾ ഭയപ്പാടിൽ മൂടപ്പെട്ടു. ആ ഗോവണിപ്പടിയിൽ കൂടി മുകൾ നിലയിലെ മമ്മിയുടെ മുറിയിൽ കണ്ട ആ വിരൂപി മെല്ലെ ഞൊണ്ടി ഇഴഞ്ഞു വരുന്നു. കൂർത്ത കൊമ്പല്ലുകൾക്കിടയിലൂടെ രക്തം പുറത്തേക്ക് തുളുമ്പി അത് നിലത്ത് കുതിർന്നു വീണുകൊണ്ട്. ആ വരവ് കണ്ട സൂസൻ ആദ്യമൊന്ന് പകച്ചു. അത് തന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഭയം കൊണ്ട് സൂസൻ്റെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അവർക്കത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അലറി നിലവിളിക്കണം എന്നുണ്ട്, പക്ഷേ അതിന് സൂസൻ്റെ നാവ് പൊന്തിയില്ല. സൂസൻ ബംഗ്ലാവിൻ്റെ പുറത്തേക്കുള്ള വാതിലിനരികിൽ മെല്ലെ നടന്നെത്തി. ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് ഒന്നിലധികം വികൃത വിരൂപ ക്രോധ മനുഷ്യരൂപങ്ങൾ ഇരയെ തേടി ആ ബംഗ്ലാവിൻ്റെ തുടിയിലും മുറ്റത്തും ഞൊണ്ടി നടക്കുന്നത് സൂസൻ കണ്ടത്. എന്തിനോ വേണ്ടി അലയുന്ന ആ കാഴ്ച സൂസനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു.